സ്വാഗതം സായന്ന ടാരോക്കാട് വായനയിലേക്ക് സ്വാഗതം. ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി ദിവസം എന്ത് സന്ദേശമാണ് ശിവൻ താങ്കളെ അറിയിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നമുക്ക് 2 കാർഡുകൾ എടുത്തുകൊണ്ട് എന്ത് ഡിവൈൻ മെസ്സേജാണ്. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാര്യം എന്തെന്നാൽ ഇന്ന് ശിവരാത്രി പലരും ഉറങ്ങാറില്ല. 3 കാർഡുകൾ വന്നിട്ടുണ്ട്. എന്താണ് സന്ദേശം നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡിൽ ദക്ഷപുത്രി എന്ന് പറയുന്നൊരു കാർഡാണ്. നിങ്ങളുടെ തെറ്റായ തീരുമാനം മാതാപിതാക്കളെ വേദനിപ്പിക്കും എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ മനസ്സിൽ ഓർക്കുക. അവർ ജീവനോടുണ്ടെങ്കിലും അതല്ല, ഇനി അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ തീരുമാനം അവരെ വേദനിപ്പിക്കുമോ എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഒരു മെസ്സേജ് താങ്കൾക്ക് വരുന്നത്. രണ്ടാമത്തെ കാർഡിൽ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് ശൂലിനി ദേവി എന്ന് പറയുന്ന കാർഡാണ്. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് ഓടിപ്പോവുക എന്നാണ്. ഈ ഒളിച്ചോട്ടം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കും, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ഇതാക്കുന്നുണ്ട്. അപ്പോൾ അൺഹെൽത്തി റിലേഷൻഷിപ്പ്, അത് ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏത് മേഖലയിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെസ്സേജ്. മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് യോഗിനി ദേവി എന്ന് പറയുന്ന ഒരു കാർഡാണ്. സ്വയം അന്വേഷിക്കുകയും തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുമ്പോൾ ചഞ്ചലതയെ മറികടക്കാൻ നിങ്ങൾക്കാകുന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി സ്വയം അന്വേഷിക്കാനും തിരിച്ചറിയാനും സ്വയം പ്രോത്സാഹിപ്പിക്കാനും ആശ്വസിക്കാനുമാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കാർഡുകളിൽ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു തീം എന്താണെന്ന് ചോദിച്ചാൽ 3 കാർഡുകളും ദേവി ഇമേജിലാണ് വന്നിട്ടുള്ളത്. ആദ്യം ഒരു ബ്ലാക്ക് ഇമേജിൽ നിന്ന് ബ്ലൂ ഇമേജിൽ നിന്ന് വൈറ്റിലേക്ക് വന്നു. നമുക്കൊരു ട്രാൻസിഷണൽ ഫേസ് കാണാൻ പറ്റും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് ഭയങ്കര എന്താ പറയുക, 2 ഘോരമുഖമായിട്ടുള്ളതായിരുന്നെങ്കിൽ എവിടെത്തുമ്പോൾ നമ്മൾ ശാന്തതയിലേക്ക് എത്തുകയാണ്. അപ്പോൾ തീരുമാനങ്ങളെക്കുറിച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊന്ന് പാരൻസിനെ ഹേർട്ട് ചെയ്യാത്ത പോലെ എടുക്കുക. 2 എന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഇതാവാൻ കേട്ടോ, നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. 3 എന്ന് പറയുന്നത് സ്വയം അന്വേഷിക്കുകയും സ്വയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള ഇതാവുമ്പോൾ ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. എൻ്റെ മെൻറ്റർ പറയാറുണ്ട്, നമ്മൾ ആരെയും ചേസ് ചെയ്യാൻ പാടില്ല, നമ്മൾ അട്രാക്റ്റാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രി ശിവരാത്രി താങ്കൾക്ക് ലഭിക്കുന്ന സന്ദേശം. താങ്കൾക്ക് മെസ്സേജ് റെസണേറ്റ് ചെയ്തെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ശിവരാത്രി. ഗുഡ് നൈറ്റ്.